അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കൽ നിന്റെ കടമയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, എത്ര പേരാണുള്ളത്, എത്ര പേരാണുള്ളത്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച കാലം നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്നൊരു പാത്രത്തിലിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഈ നാട്ടിലെ ഏറ്റവും വലിയ പടച്ചുറപ്പിന്റെ റഹ്മത്തിറങ്ങുന്ന പടച്ചവന്റെ ബർക്കത്തുണ്ടാകുന്ന റഹ്മത്തിന്റെ മാലാകമാര് പെയ്തിറങ്ങുന്ന ഭവനമേതെന്നറിയുമോ? അത് ഹാഫിളിന്റെ വീടല്ല, ആലിമിന്റെ വീടല്ല, ഹാജിയാരുടെ വീടല്ല, സദഖ കൊടുക്കുന്നവന്റെ വീടല്ല. അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ഇറങ്ങുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല ഭവനമേതെന്നറിയോ സഹാബാ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭവനമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഏത് വീട്ടിലാ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? രാവിലെ മുതൽ വീടിന്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്, വൈകുന്നേര സമയമായി കുളിച്ചൊരുങ്ങിയിട്ട് ഭാര്യതാ കാത്തിരിക്കുകയാണ്. വീട്ടിലുള്ളവർക്ക് മുഴുവനും കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു, വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പി വെച്ചു. നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടപ്പുറപ്പും മക്കളുമല്ല ഭക്ഷണം കഴിക്കാതെ നിന്റെ വിളിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. മോളെ, നീ കഴിക്കുന്നില്ലേ? ഇക്ക വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ളവർ മുഴുവനും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി. നിന്റെ ഭാര്യ കാത്തിരിക്കുകയാണ്, നീ വരുമ്പോ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാ. അല്ലാ, 10 മണിയായി, 10:30 നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഭാര്യ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് കവാടം തുറന്നു, സലാം പറഞ്ഞു മടക്കിയിട്ട് നിന്നെ സ്വീകരിക്കുകയാ. ആ സമയത്ത് പറയുന്ന വാക്യേതെന്നറിയോ? പെണ്ണേ, ഞാൻ ഭക്ഷണം കഴിച്ചു, നീ വേണമെങ്കിൽ കടിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നിന്റെ വെളിന്റെ മുന്നിലേക്ക് നിന്റെ ഭാര്യ പോയിരുന്നു. ഇറങ്ങുവോടോ ചെറുപ്പക്കാരാ, ആ പാവപ്പെട്ടവൾക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാരോ? അവസാനം എല്ലാം എടുത്തു വെച്ചിട്ട് കിടപ്പറയിലേക്ക് കടന്നു വരുന്ന നിന്റെ ഭാര്യ, നിനക്ക് എന്ത് സംഭവിക്കാനാ? കൂട്ടുകാരുടെ കൂടെ